കാലവർഷക്കെടുതിക്കൊപ്പം സംസ്ഥാനത്ത് പകർച്ചവ്യാധി ഭീഷണിയും പ്രതിദിന പനിബാധിതരുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു 8,000 കടന്നു. ഡെങ്കിപ്പനി, എലിപ്പനി കേസുകളിൽ നല്ല വർധനവുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും വീണ്ടും ചേരുന്നത് എം ജി പ്രതീക്ഷാണ്. പ്രതീക്ഷ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ മഴക്കാല പൂർവ്വ പ്രതിരോധങ്ങളൊക്കെ നമുക്ക് കുറച്ചൊന്ന് വൈകി, കാരണം ഇത്തവണ കാലവർഷം വന്നത് നേരത്തെയാണ്, ഇടവപ്പാതി വന്നു, അതിനിടയ്ക്ക് ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരുകയാണ്. വിവരങ്ങൾ. ക്രിസ്റ്റീന, സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുന്നതിനൊപ്പം ആശങ്കയായി പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുകയാണ്. കാരണം സംസ്ഥാനത്തെ പ്രതിദിന പനിബാധിതരുടെ എണ്ണം 8,000 കടന്നു. 8,500-ന് മുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ എണ്ണം. ഇത് സർക്കാർ ആശുപത്രിയുടെ മാത്രം കണക്കാണ്. സ്വകാര്യ ആശുപത്രിയുടെ കണക്ക് കൂടി എടുത്താൽ ഇതിന്റെ ഇരട്ടിയോളം ആളുകളായിരിക്കും പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് ആശങ്കയായി പ്രധാനമായും നിൽക്കുന്നത്. കാരണം എലിപ്പനി ബാധിച്ചും ഡെങ്കിപ്പനി ബാധിച്ചും മരിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴക്കെടുതിക്കൊപ്പം തന്നെ പകർച്ചവ്യാധിയുടെ കാര്യത്തിലും പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നതാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിലൊരു കണക്കിലേക്ക് വന്നാൽ മെയ് മാസം മാത്രം 20 പേരാണ് പനി ബാധിച്ച് മരിച്ചത്. അതിൽ 11 പേർ എലിപ്പനി ബാധിച്ചും 6 പേർ ഡെങ്കിപ്പനി ബാധിച്ചും മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ ഔദ്യോഗിക കണക്ക് അറിയിക്കുന്നത്. ഇതിന് പുറമെ ഈ ചെള്ളുപനി ഉൾപ്പെടെയുള്ള രോഗങ്ങളും ആളുകൾക്ക് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലിനജലങ്ങളിലും വെള്ളക്കെട്ടിലും ഒക്കെ തന്നെ ഇറങ്ങുമ്പോൾ പ്രത്യേക ജാഗ്രത വേണമെന്നതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം ഈ കാലവർഷം എത്തിയതിനു ശേഷമാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് പോലും അനുവദിച്ചത്. അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നു. ക്യാമ്പുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിലുള്ളവരാണ് പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത്. ഈ മുൻകരുതൽ നടപടികളായി ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള ഗുളികകൾ കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഈ പകർച്ചവ്യാധി ഭീഷണി വർദ്ധിക്കും. പനിബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓക്കെ, എം ജി പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പെരുമഴയാണ്, പനിക്കാലം കൂടിയാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പറഞ്ഞ വലിയ മഴക്കാലത്തുണ്ടാകുന്ന പനികളൊക്കെ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ കൂടി നമ്മൾ സൂക്ഷിച്ചും കരുതലോടെ നമുക്ക് ഇരിക്കുക. ഏതൊക്കെയോ പനികളൊക്കെ പടർന്നൊക്കെ പിടിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ ഇതാവുമ്പോൾ പനി വന്നു കഴിഞ്ഞാൽ മാറാനുള്ള ഒരു താമസം വരും, തണുപ്പ് സമയമൊക്കെ ആയതുകൊണ്ട്.